ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് കലോത്സവം ഡേ 4ൻ്റെ ഒരു വ്ളോഗാണിന്ന്. ഇന്നാണ് എനിക്ക് പരിപാടിയുള്ള അവസാനത്തെ ദിവസം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ കഥകളി സംഗീതമായിരുന്നു. അതിന് ഞാൻ വേദിയുടെ അടുത്തേക്ക് പോയി. അവിടെ അധികം വൈകാതെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. 9:30 ഒരു 9:45 10 മണി ആ ഒരു സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും പാടി എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ അടുത്ത പരിപാടിയാണ് ഗാനാലാപനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി പോയി. പക്ഷേ അവിടെ 2-3 മണിക്കൂറാണ് വൈകിയത് അത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പുള്ള പാഠകവും അതൊക്കെ ഒരുപാട് വൈകി. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തുടങ്ങേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം പാഠകം ഹയർ സെക്കൻഡറി അതാണെങ്കിൽ ഒരു ആളുടെ 15 മിനിറ്റാണുള്ളത്. അതും കഴിഞ്ഞ് ആണ് ഗാനാലാപനം തുടങ്ങി. അപ്പോൾ എന്തായി, അടുത്തുള്ള ശാസ്ത്രീയ സംഗീതം ഒക്കെ ക്ലാഷായി. പക്ഷെ ഭാഗ്യം കൊണ്ട് അവിടെ 3ാമത്തെ ക്ലസ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ശാസ്ത്രീയ സംഗീതം. അപ്പോൾ എൻ്റെ 4ാമത്തെ ക്ലസ്റ്റർ ആയതുകൊണ്ടും എനിക്ക് കുറച്ച് സമയം അവിടെ കിട്ടി, കുറച്ച് റിലാക്സ് ആവാനൊക്കെ സമയം കിട്ടി. അങ്ങനെ ഞാൻ പാടിയിട്ടോ. അപ്പോൾ അതിനും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. എൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തെ കലോത്സവത്തിൻ്റെ ഒരു അവസാന പരിപാടിയായിരുന്നു ഈ ഒരു ശാസ്ത്രീയ സംഗീതം. അപ്പോൾ ഇനി അടുത്ത കൊല്ലമൊക്കെ എനിക്ക് സംസ്കൃത ഐറ്റങ്ങളിലൊന്നും പങ്കെടുക്കാൻ അങ്ങനെ കഴിയില്ല. അഷ്ടപതിയില്ല ആൻഡ് ഗാനാലാപനം അതുപോലത്തെ ഒന്നും കിട്ടൂല ഇനി. അഷ്ടപതിയൊക്കെ ഞാൻ 3 കൊല്ലം അടുപ്പിച്ച് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പരിപാടി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അവസാനത്തെ പരിപാടി HS വിഭാഗം കഴിഞ്ഞു ഗൈസ്. ഇതോടെ ആ ഒരു സമയത്ത് കോയിൻസിഡൻസ് ആണെന്നൊന്നും അറിയില്ല. ആ റിസൾട്ട് പറയുന്ന സമയത്ത് തന്നെ ഇവിടെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറെന്തിൻ്റെ ആവശ്യത്തിന് എന്തോ ആണ്, പള്ളിപ്പെരുന്നാളോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ്. പക്ഷേ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു കേട്ടോ. ഇവിടെ ചപ്പാത്തിയും പിന്നെ ഒരു കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാണ്ടൊരു ഭക്ഷണം തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ മീഡിയയിൽ പോയി. അതിൽ പകുതി മീഡിയയും പൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ കഴിയാൻ തന്നെ 8 മണിയായി. അപ്പോൾ നല്ലോണം വൈകിട്ടുണ്ടായത് കൊണ്ടും നമ്മുടെ 24ഉം ജനം TV അതുപോലത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 24ലേക്കൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജനം TVയിലൊന്നും ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു.